നമസ്കാരം അനുവേട്ട. നമസ്കാരം. സോ അനുവേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. LMRKയുടെ ട്രഷററാണ്, തൃശ്ശൂരാണ്, രജിതേട്ടൻ്റെ നാട്ടിലാണ്. നമസ്കാരം ഒന്നുകൂടി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ അനുവേട്ട എപ്പോഴാണ് LMRKയിലേക്ക്? LMRK വരുമ്പോൾ എന്ന് പറഞ്ഞത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഉണ്ട്. രജിയുടെ ഒപ്പം ഉണ്ട്. രജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ജ്യേഷ്ഠൻ, അതായത് സ്വന്തം ജ്യേഷ്ഠൻ. നമ്മുടെ ഒരു ഇവിടെ രജി പറഞ്ഞ പോലെ നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്, അത് യങ് ബ്രദേഴ്സ് ക്ലബ്ബ് എന്നാണ് ക്ലബിൻ്റെ പേര്. ഷോർട്ട് ഫോം YBC എന്ന് പറയും. അതിൻ്റെ ഒരു മുഖ്യധാര പ്രവർത്തകനായിരുന്നു രജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർക്കുകളൊക്കെ കണ്ട് നമ്മൾ ആ സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒരു അസൂയ തോന്നിയിട്ടുണ്ട്. ഇൻസ്പയർ ആയിട്ടുണ്ട് ആളെ ശരിക്കും. അദ്ദേഹം നന്നായിട്ട് കഥകൾ എഴുതും, അതേപോലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ രജി ഇങ്ങനൊരു നമ്മളൊരു സ്പിരിച്വൽ ലെവൽ ഇത്രയും ഒരു ഹൈ എത്തും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്തൊരു സംഭവമാണ്. യാദൃശ്ചികമായിട്ടല്ല ഞാൻ ഇതിൽ വന്നുപെട്ടത്. എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായിരുന്നു അദ്ദേഹം. എനിക്കൊരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. പലരും ആ സമയത്ത് അതിൽ എന്താ ഉണ്ടാവാൻ പോണത്, രജിന് എന്താവാൻ പോണത്, കാരണം അദ്ദേഹത്തിനൊരു ചിലപ്പോൾ ഒരു കാവ്യവസ്ത്രം ധരിച്ച് ചിലപ്പോൾ ഒരു സന്യാസത്തിലേക്ക് പോകാം എന്ന് വരെ പലരും നാട്ടുകാർ മൊത്തം പറഞ്ഞു. പക്ഷെ ആ സമയത്തും എനിക്ക് എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തു. ശരിക്കും എൻ്റെ ലൈഫിലും ഒരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിഗർ പോയിൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുമ്പ് കൂടി അദ്ദേഹത്തിൻ്റെ പാത എന്താണെന്ന് ഞാൻ നോക്കിക്കണ്ടു. ഫസ്റ്റ് LMRK ജോയിൻ ചെയ്തിട്ട് LMRK വന്നിട്ട് നമുക്കൊരു 7 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ സ്പിരിച്വൽ ജേണി എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിനൊപ്പം ഞാൻ കൂടി. അദ്ദേഹത്തിൻ്റെ വേറെ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓർഗനൈസേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ശരിക്കും പറയുന്നത്. ഇതിൽ എന്താ പറയുക, പ്രത്യേകിച്ചൊരു വേറെ എന്താ പറയുക, ഒരു ഒപ്പം നിന്ന് പ്രവർത്തിക്കണം. അതായത് എപ്പോഴും ആളുകൾക്ക് ഒന്ന് പ്രവർത്തിക്കാം. രജിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഫസ്റ്റ്. ഞാൻ ആ സമയത്ത് കണ്ടു. അദ്ദേഹം ഒരു യാദൃശികമായിട്ടാണ് ഇതിലൊരു നമുക്കൊരു ഡ്യൂട്ടി തന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു യാത്ര, പഴനി മുരുകനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു, അനൂപ നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഞാൻ ആ സമയത്ത് ശബരിമലയ്ക്ക് പോകാറുണ്ടായിരുന്നു റെഗുലറായിട്ട്, പക്ഷേ പഴനിക്ക് 2-3 വട്ടം വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം വെച്ചപ്പോൾ ഞാൻ കുറേ കാലം ശേഷം, ഏകദേശം ഒരു 5 കൊല്ലം ശേഷമാണ് ഇവനെ പഴനിക്ക് വരുന്നത്. അന്ന് അദ്ദേഹം എപ്പോഴും യാത്രകൾ ശ്രദ്ധിച്ചറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. അദ്ദേഹം ആ സമയത്ത് തൊഴാനുള്ള സമയത്ത് അനുപ ഈ ബാഗ് ഒന്ന് പിടിക്കുന്നു കൊണ്ടേക്ക് തന്നു. ഞാൻ യാദൃശ്യം ബാഗ് പിടിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ ബാഗ് എൻ്റെ ഒപ്പം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭഗവാൻ നിർദ്ദേശിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ട്രഷറർ എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് എനിക്ക് അദ്ദേഹം തന്നത്. എനിക്ക് ഭഗവാൻ തന്ന പോലെയാണ്, ഡ്യൂട്ടി വന്ന പോലെയാണ് ഇതുവരെ. അതായത് അന്ന് മുതൽ ഇന്ന് വരെ അത് സത്യസന്ധമായിട്ട് ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക, ഒരു കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം, കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് വൃത്തിയായി കൊണ്ടുവന്നു. അനുവേട്ട ഫാമിലിയൊക്കെ എങ്ങനെയാണ്? ഫാമിലി മാരീഡാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ വൈഫുണ്ട്. ജ്യേഷ്ഠൻ നാട്ടിലില്ല, ജ്യേഷ്ഠൻ പുറമെയാണ്. ആർക്കും ഇഷ്യൂ ഒന്നുമില്ലേ? ആർക്കും ഇഷ്യൂ ഒന്നുമില്ലേ സ്പിരിച്വലായി? ഇല്ല, ഒരാൾക്കും. കാരണം എൻ്റെ ഒരു ലൈഫിലൊരു ഇഷ്യൂ വരാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിക്ക് മൊത്തം രജിനെ അറിയാം. പിന്നെ ചെറുപ്പം മുതലേ നമുക്ക് അവിടെ അറിയുന്ന ആളാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ രീതിയിലേക്ക് ഇത് പോകുന്നത് അവർക്ക് എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ എല്ലാം എന്താ പറയുക, എല്ലാം ഒരു സാമൂഹിക സേവനം എന്ന് പറഞ്ഞ രീതിയിലാണ് യാത്രകളും. ഭാരതത്തിന് വേണ്ടി. അതെ, ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാരതത്തിലുള്ള ആരും അതിന് തള്ളി പറയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ സഹധർമ്മിണി ആതിര എന്നാണ് പേര്. പിന്നെ എനിക്കൊരു മോനുണ്ട്, 4 വയസ്സായിട്ടുള്ളൂ, ശിവകേശവ എന്നാണ് പേര്. പിന്നെ ഏട്ടൻ പുറത്താണ്. ഏട്ടൻ്റെ വൈഫുണ്ട്, ഏട്ടത്തമ്മയുണ്ട്. അവർക്ക് 2 മക്കൾ, 2 പെൺപിള്ളേരാണ്. എല്ലാവരും തൃശ്ശൂർ തന്നെയാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമാണ് ഇപ്പോൾ. തൃശ്ശൂർ എന്ന് പറഞ്ഞല്ലോ, കേരളത്തിന്റെ ഭാഗമാണ്. റീതേട്ടൻ ആദ്യം ഈ സ്പിരിച്വൽ ഈ സാധനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നാട്ടിലെങ്ങനെയാണത് ഇമ്പാക്ട് ഉണ്ടായത്? അതെ, ഞാൻ ഫ്രാങ്കായിട്ട് തുറന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഭയങ്കര നെഗറ്റീവായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എവിടെയുള്ള ആളാണോ അദ്ദേഹത്തിൻ്റെ സമൂഹം ഫസ്റ്റ് അംഗീകരിക്കില്ല. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടാത്തത്. എല്ലാവരും പറയണ പോലെ എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം? ഇനിയിപ്പോൾ എന്താ പറയുക, ഫേമസ് ആവാനുള്ളൊരു ആഗ്രഹമാണ് ആളുടെ.
എന്താണ് ആൾക്ക് പല ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, എന്നോടും വന്നിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്നോടും ഞാനിത് വർക്ക് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് രജി ചെയ്യാൻ പോകുന്നത്, എന്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ്. പക്ഷെ ആർക്കും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് പോയിന്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വേറെ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമൂഹത്തിൽ പൈസ മേടിച്ച് ഞാനൊരു വലിയൊരാളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ഇതുണ്ട്. പക്ഷെ അതിലൊന്നും പെടാതെ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. രാഷ്ട്രത്തിൽ വേറെ ആരുകളിലും പൈസ മേടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് ട്രഷററാണ്. അപ്പോൾ ട്രഷറോട് തന്നെ ചോദിക്കാം. അതായത് ഫുള്ളി ഡൊണേഷൻ ബേസ്ഡ് ആണ് എല്ലാമാർക്ക്. നമ്മൾ ആരും നിർബന്ധിക്കില്ല. ഇതുവരെ രജി ഒരു എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ പറയാം ഒരാളുടെ നിന്നും ഡൊണേഷൻ ഇത്ര വേണമെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി, പ്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കോൺട്രിബ്യൂഷൻ ആണ് സത്യം. അത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആള് ട്രഷററാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്തായാലും ഒരു സ്പിരിച്വൽ ലെവൽ ഒരു ലെവൽ കഴിയുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ്. ഇപ്പോൾ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഇപ്പം അദ്ദേഹം ഒരു സെൻട്രൽ ലെവലാണ്. ഇപ്പോൾ സെൻട്രൽ ലെവൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇപ്പോൾ സമൂഹവും അദ്ദേഹത്തെ നോക്കി കാണുന്നത്. ഒരു ലെവലൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുക ആളുകൾ. അതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ജേർണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പാട്ടാണ്, അതിൻ്റെയൊക്കെ ചേഞ്ച് ആയല്ലേ നാട്ടിൽ. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരമേ ഇല്ല, എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു. അതിന് തെളിവാണ് നാളെ വരാൻ പോകുന്ന ഇവിടുത്തെ ആളുകൾ. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ജേണി പ്ലാൻ ചെയ്തു ഇപ്പോൾ ലൈറ്റ് ബോഡി ആക്ടിവേഷന്. എത്രയോ അധികം ആളുകളാണ് എൻക്വയറി ചെയ്തത്, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ തന്നെ. അന്ന് ആ സമയത്ത് എതിർത്ത ആളുകളും ചോദ്യങ്ങൾ ചോദിച്ച ആളുകളും ഇന്ന് വരാൻ വേണ്ടി കൊതിക്കുകയാണ് നമ്മൾ. അപ്പോൾ 26 സീറ്റ് വണ്ടിയുള്ളൂ നമുക്ക്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ ഉൾക്കൊള്ളിച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് അനുപേട്ടനോട് ചോദിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡൗട്ട് ബാക്കിയുള്ളത്, അനുപേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈഫിനോട് പറഞ്ഞു ഇവർ ഇനി സന്യാസത്തിന് പോവോ. തീർച്ചയായിട്ടും ചോദ്യം. എൻ്റെ വൈഫും ഞാനും പരസ്പരം നമ്മൾ ബെഡ്റൂം ടോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ടോക്ക് വന്നു, രജിയുടെ കാര്യങ്ങളാണ് സംസാരം വന്നത്. അപ്പോൾ എൻ്റെ വൈഫ് ഓൾറെഡി ചോദിച്ചു രജി അവരും കണ്ടു വളർന്നിട്ടുള്ള അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരാൾ സ്പിരിച്വൽ ലെവലിലേക്ക് ഇറങ്ങുന്നു, ഓട്ടോമാറ്റിക് സന്യാസമാവുന്നു. ഒരു കൺസെപ്റ്റ് വീട് വിട്ടിറങ്ങി പോകുന്നു, ഒരു കാവ്യവസ്ത്രം ഇട്ട് എവിടെയെങ്കിലും പോയിരിക്കുന്നു, ധ്യാനത്തിലിരിക്കുന്നു. അതാണ്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലെവലിൽ കൊണ്ടു നടക്കുന്നു, മെറ്റീരിയൽ ലൈഫും സെയിം കൊണ്ടുപോകുന്നു. വളരെ അത് ഒരിക്കലും ഒരു നടക്കാത്തൊരു സംഭവമാണ് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. അതിലൊരു ബിഗ് സല്യൂട്ടാണ് ആൾക്ക് വേണ്ടത് സത്യമായിട്ടും. പിള്ളേരുണ്ട്, വൈഫുണ്ട്, ഇവരൊക്കെ കൊണ്ടുപോകും. അതെ. നമുക്ക് നമ്മുടെ ലൈഫിൽ 2 കാര്യം നമ്മൾ ഒറ്റയടിക്ക് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എഫേർട്ട് എടുക്കുന്നത് നമുക്കറിയാം. ഇപ്പം ഇവൻ എൻ്റെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിയാട്ടുമ്പോഴുള്ള ലൈഫും കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്. അതെല്ലാവരും കല്യാണം കഴിഞ്ഞവർക്ക് അറിയാം എന്തായാലും. അതായത് ഒരു കോയിൻ്റെ 2 വശം പോലെയാണ്, ഒരു വശം ഇത്, ഒരു വശം അത്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിഞ്ഞ ഒരാളാണ്, കുട്ടികളുള്ള ആളാണ്, സ്പിരിച്വൽ ലെവൽ കൊണ്ട് നടക്കുന്നു, ജോലി, ഇതെല്ലാം കൂടി. പിന്നെ അദ്ദേഹത്തിന് വരുന്ന കോളുകൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയ്യോ വയ്യ, അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം എത്രയോ മണിക്കൂറുകളാണ് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അത് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അനുവേട്ടാ, യങ് ജനറേഷൻ എന്താ പറയാനുള്ളത്? നിങ്ങളൊക്കെ കുറച്ചിപ്പോൾ മിഡിലെത്തി, മിഡ് ഏജ് ആയി. സോ ഞങ്ങളെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ ഞാനൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ഇതേണ്ട കൂടെയുള്ള വ്യക്തിയാണ്. സോ എന്താണ് യങ് ജനറേഷനോട് പറയാനുള്ളത്? സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, എന്നെക്കാട്ടും മുകളിൽ ലെവലുള്ള ആളാണ്. അല്ല, ഇപ്പോൾ യങ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് കുറവാണ് ശരിക്കും. പക്ഷെ വന്നവർ വിട്ടു പോകില്ല. അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വിട്ടു പോകില്ല. നമ്മുടെ എന്താ പറയുക, യങ്ങേഴ്സ് കൂടുതൽ വരട്ടെ, നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിപ്പോൾ നിയോഗങ്ങളാണ് ഓരോരുത്തർക്ക്. ഞാൻ നിയോഗത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണ് ഒരാളുടെ ദൈവം ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്, നീ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകും, ഈ ഒരു മെറ്റീരിയൽ ലൈഫ് കൊണ്ട് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അത് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എത്രത്തോളം യങ്ങേഴ്സ് അതിലേക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ച് കാണാം. ഇനിയും മുന്നോട്ട് യാത്രയിൽ തീർച്ചയായിട്ടും കുറേ ദൂരം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും ഇനിയും കാണാം, ഇനിയും നമുക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാം. തീർച്ചയായും. അതുവരെ നമസ്കാരം.